ഇന്നതേ നമ്മുടെ വീട്ടിലെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണ്ടാ. പുതിയ മീനുകൾ ഇട്ടതിന് ശേഷം ഇതുവരെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ താടം എടുക്കണത്. വെള്ളം ഈ താടമൊക്കെ കവിഞ്ഞു പോകട്ടാ, എന്നാലും ടാങ്കിലെ ചെള്ളിയൊക്കെ ഇതിൽ തന്നെ കിടന്നോളൂ. ടാങ്കിലിപ്പോൾ മൊത്തം 30 അനബസും 30 നട്ടറും പിന്നെ കുറച്ച് കാർപ്പുകളും ഇട്ടുള്ളത്. അതുകൂടാണ്ട് പിന്നെ നമുക്ക് തോട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് നാടൻ കരിപ്പിടിയും കൂടെ കിടക്കുന്നുണ്ട്. ദേ മണ്ണിരണ്ടാ, ഇവന്മാരാ നമുക്ക് മീനുകൾക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഈ മഴയുള്ള സമയമായതുകൊണ്ട് കരിപ്പിടിയൊക്കെ ചാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ടാങ്കിൽ കാൽഭാഗം മാത്രമേ വെള്ളം വെച്ചിട്ടുള്ളൂ. വലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇറ്റങ്ങളെ ഏതെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, അതിൽ കൂടെ ചാടിപ്പോവും. ഉള്ളിൽ നമ്മൾ പൈപ്പ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വല്ല ചെറിയ മീനുകളൊക്കെ ഗ്യാപ്പിൽ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഈ വല വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഏകദേശം 1-2 മാസം ആയിട്ടുണ്ട് കേട്ടോ മീനിട്ടിട്ട്. അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്നുണ്ട്. കൂടുതലും BSF ലാർവയും പിന്നെ പെല്ലറ്റ് ഫീഡും കൊണ്ടാ ഇറ്റങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം മീനുകളൊക്കെ പെട്ടെന്ന് വളരുന്നുണ്ട്. വലുതായിട്ടുണ്ടല്ലേ. ആ പിലോപ്പിയ നോക്കിയേ, അത് തീരെ കുഞ്ഞു പിലോപ്പിനെ പറഞ്ഞിട്ടില്ലേ? ആടാ അതേ നടക്കണം നോക്കിയാൽ പിലോപ്പിയ. അതെന്ത് പെട്ടെന്ന് വലുതായി. പിലോപ്പിയ നടക്കുന്നുണ്ട് അതിൽ. ഒരു പൊട്ടി കുഞ്ഞിനെ ദേ പോണു. ആ ഒരു കളറുള്ള പിലോപ്പിയ വാലില് കുളത്തിന്ന് ഒരു കുഞ്ഞിനിട്ടാണ് അത് പെട്ടെന്ന് വലുതായി. നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതിൽ മീനുകൾ കുറവുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇന്ന് കുറച്ച് മീനും കൂടെ ഇതിൽ വാങ്ങിയിടുന്നുണ്ട്. ഇതേ വീടിൻ്റെ പുറകിലുള്ള കുളം കേട്ടോ. വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മീനുണ്ടായിരുന്നു കേട്ടോ ഇതിൽ. ഇപ്പോൾ കുറേയൊക്കെ കയറി പോയിട്ടുണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കുളം ശരിക്കും കവിയും കേട്ടോ. അങ്ങനെയാണ് ഇതിൽ മീൻ വരാറുള്ളത്. ദേ കണ്ട, ഇവിടെ ഒരു ബ്രാല് മുട്ടയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. മുട്ട വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വിയറ്റ്നാം ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ എടുത്ത് കാണിച്ചു തരാട്ടാ. ഈ പുല്ലിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞുങ്ങൾ ഇരിക്കണത്. ദേ കണ്ട, തീരെ പൊടി കുഞ്ഞുങ്ങളാണ് കേട്ടാ. ഇപ്പോൾ ഒരു 2-3 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ വിരിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരാഴ്ച ആകുമ്പോഴേക്കും പയ്യനായിട്ട് ഞങ്ങളുടെ കളറൊക്കെ മാറി തുടങ്ങും കേട്ടാ. ഇപ്പം തീരെ കറുത്ത കുഞ്ഞുങ്ങളാണ്. ശരിക്കും പുല്ലിൻ്റെ ഇടയ്ക്കാണ് ടൈറ്റങ്ങൾ ഇരിക്കണത്. പുറത്തുനിന്ന് നോക്കിയാൽ ശരിക്കും ഒന്ന് കാണാൻ പോലും പറ്റില്ല. എന്തായാലും ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന ബ്രാലുകളെയൊന്നും നമ്മൾ പിടിക്കാറില്ല കേട്ടാ. മാക്സിമം വലുതാക്കാനാണ് നോക്കാറുള്ളത്. ഇതേണ്ട, നമ്മൾ മാറിയപ്പോൾ പിന്നെയും ബ്രാല് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടാ. ഇവന്മാർ ആ പരിസരത്ത് ഒറ്റ മീൻ അടിപ്പിക്കൂല കേട്ടാ. ഏത് മീൻ വന്നാലും അപ്പോൾ ഓടിച്ചിട്ട് വിട്ടു. ഈ കുഞ്ഞുങ്ങൾ ശരിക്കും ക്രോസ് ബ്രീഡാണ് കേട്ടാ. ഇതിൻ്റെ ഒരെണ്ണം നാടനും ഒരെണ്ണം വിയറ്റ്നാമുമാണ്. ടാങ്കിൽ ഇതേ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ. അത് കാരണം പെട്ടെന്നൊന്നും വെള്ളം പോയി തീരൂല. ഈ നട്ടറിനെ വെച്ച് നോക്കുമ്പോൾ കരിപ്പിടിക്കണ്ട വളർച്ച കൂടുതൽ. പിന്നുള്ളത് കാർപ്പുകളാണ്. കാർപ്പുകൾക്ക് ഇച്ചിരി വളർച്ച കുറവാണ് ഇതിൽ. കാർപ്പുകളിൽ രോഹു പിന്നെ കട്ട്ല അങ്ങനെ കുറച്ച് മീനുകളുണ്ട് ഇതിലുള്ളത്. ഇവന്മാരെ നമ്മുടെ കുളത്തിലെ വെള്ളം താന്നു കഴിഞ്ഞാൽ കുളത്തിലേക്ക് ഇറക്കി വിടണം. വീടിൻ്റെ അടുത്തുള്ള തോടണ്ടാ. ഇതിലേക്കൊക്കെ മീൻ കയറി കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്, അവിടെ നിന്നാണ് മീൻ കയറുന്നത്. ഇതേണ്ട, ഈ കുളത്തിൽ നിന്നാണ്ടാ മീൻ കയറുന്നത്. നമ്മളിതിൻ്റെ സൈഡിൽ ഒരു വല വെച്ചിട്ടുണ്ട്. അതിൽ രാവിലെ ഒരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പം മീനൊന്നും കാണുന്നില്ല. മീനില്ലെങ്കിലും ഇടയ്ക്കിട്ടൊക്കെ വന്ന് വല നോക്കൂട്ടാ. ചിലപ്പോൾ വല്ല ആമയൊക്കെ വന്ന് വലയൊക്കെ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ആമ മാത്രമല്ല കേട്ടാ, ചിലപ്പോൾ നല്ല പാമ്പും പെട്ടെടുക്കാറുണ്ട്. ദേ വെള്ളം ഇപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടാ. ആ തടം വെച്ച കാരണം ചെളിയൊക്കെ തടത്തി കിടന്നോളും, വെള്ളം മാത്രം പുറത്തേക്ക് പോകുള്ളൂ. ഇത് നമ്മൾ തടവിട്ടപ്പോൾ കിട്ടിയ ഒരു മണ്ണീര കേട്ടാ. ഇവനെ നമുക്ക് ഇട്ട് നോക്കാം. ചിലപ്പോൾ ഈ വെള്ളം പോണ കാരണം കഴിക്കാൻ ചാൻസ് ഇല്ല കേട്ടാ, പേടിച്ചിട്ടുണ്ടാവും. അതിനതേ അവസാനം ഒരു നട്ടറും കൊണ്ടുപോയിട്ടാ. അങ്ങനത്തെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടാ. ഈ അടിയിൽ കാണുന്നത് ഫുള്ള് ചെളിയാണ് കേട്ടാ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ഇത് കലങ്ങും. ഈ മീനുകളൊക്കെ പിടിച്ചു മാറ്റിയതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കണം. തവളം പിടിക്കാൻ അല്ല ഇപ്പത്തി മീനില്ലല്ലേ. നമ്മൾ മീൻ പോകാണ്ടിരിക്കാനാണ് കേട്ടോ ഈ ഇഷ്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞപ്പോൾ ഇഷ്ടിയെ കുറച്ച് നീക്കണം. വെള്ളം ഇപ്പോൾ ശരിക്കും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് 20 ബ്രാലിനെയും പിന്നെ ഒരു 20 കരിപ്പിടിനെയും കൂടെ മേടിച്ചിടുന്നുണ്ട് കേട്ടോ. ബ്രാലിൻ്റെ വളർച്ച എങ്ങനെ ഇട്ടെന്ന് അറിയാനാണ്.
ദേ നട്ടറൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഷ്ടിക മാറ്റിയപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഒരുത്തൻ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടാ. ഒരു രോഹുവിൻ്റെ കുഞ്ഞാണ്. അവൻ്റെ ആ തെങ്ങിൻ്റെ തടത്തിൽ കിടന്ന് ഓടുന്നുണ്ട്. മീനെ കോരിയെടുക്കാനായിട്ട് നമ്മൾ വല മാറ്റിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആ വലയൊക്കെ ഇടുന്നേനെ. ബാക്കി മീനുകളുടെ പോലെ അല്ല കേട്ടാ, ഇവന്മാർ ഭയങ്കര ഓട്ടക്കാരാണ്. ഇവരെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനത്തെ അവസാനം ആശാൻ തന്നെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ദേ നട്ടറൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു വർഷത്തിൽ കൂടുതൽ ഇവന്മാരെ വളർത്തണില്ല കേട്ടാ. ഒരു വർഷത്തിന് ശേഷം നമ്മളെന്തായാലും മീൻ ചേഞ്ച് ചെയ്യും. ഇനി ഇവന്മാരൊക്കെ പിടിച്ച് കലത്തിലേക്ക് മാറ്റുകൊണ്ടാ. നട്ടറിനെയും കരിപ്പിടനെയും ഒരുമിച്ചിടാട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാർപ്പിനെ സെപ്പറേറ്റ് ഇടണം. അപ്പം തന്നെ കൊടുത്തു ജീവിച്ചായിരുന്നു. ഇട്ട മീൻ എല്ലാം ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ എണ്ണീട്ടുണ്ട് ഓരോന്നിനും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടല് 30 പീസിനാണ് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ട 1-2 മാസം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇത്ര ആയിട്ടുണ്ട്. ഇതേ കണ്ട രോഹുവിൻ്റെ കുഞ്ഞുണ്ടാ. കുളത്തിലെ വെള്ളം ഒന്ന് താന്നതിന് ശേഷം ഇവന്മാരൊക്കെ നമ്മൾ കുളത്തിലിറക്കി വിടും. കരിപ്പിടി നന്നായിട്ട് തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലുതാവണമുണ്ട്. ഇതിപ്പോൾ ഏകദേശം 2 മാസം കൊണ്ട് തന്നെ ഈ ഒരു വലിപ്പം കിട്ടി. 30 പീസ് ഉണ്ടാ നമ്മൾ ടോട്ടൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ തോട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കരിപ്പിടിനെയും കൂടെ ഇട്ടിട്ടുണ്ട്. ടാങ്ക് മൂടിയിരുന്ന വലയ്ക്ക് ചെറിയ കീറലുണ്ടായിരുന്നു കേട്ടാ. ചിലപ്പോൾ ഇവന്മാർ മഴ പെയ്തപ്പോൾ കുറച്ചൊക്കെ ചാടി പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണി നോക്കുന്നത്. ഒരു 20 എണ്ണത്തിനെയും കൂടെ നമ്മളിന്ന് വാങ്ങിയിടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 20 വിയറ്റ്നാം ബ്രാലിനെയും കൂടെ ഇടുന്നുണ്ട്. ഗോൾഡൻ കാപ്പി അഞ്ച് നല്ല വലുതാണ്. 19 25 ഉണ്ട്. ഇതേണ്ട ഇതൊക്കെ പെട്ടെന്ന് തന്നെ വലിപ്പം വെച്ചിട്ടാ. ഇതിലാകുള്ളൊരു പിലോപ്പിയുണ്ടത് 2 മാസം മുമ്പ് കുളത്തിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞിനിട്ടാണ്. ഇത് പെട്ടെന്ന് തന്നെ കയറി വലുതായി. എടാ കുറച്ച് പണിയില്ലണ്ടാ. അങ്ങനെ മീനൊക്കെ പിടിച്ച് മാറ്റിയിട്ടാ. ഇനി ടാങ്ക് ശരിക്കും ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെള്ളം നിറച്ചാൽ മതി. നീവന്മാരൊക്കെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം വെള്ളം നിറയ്ക്കാൻ പോകണ്ടാ. കുളത്തിലെ വെള്ളം തന്നെ ഉണ്ടാ ഈ ടാങ്കിൽ നിറയ്ക്കണത്. ഈ കാർപ്പുകളെ മാത്രം കുറച്ച് ശ്രദ്ധിച്ചിട്ടാൽ മതിട്ടാ. ബാക്കി കരിപ്പിടി നട്ടർ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റൂല.
ആഹാ. അമ്മേ മോട്ടർ അടിച്ചോ, മോട്ടർ അടിച്ചോ. ഹരി ഗോൾഡൻ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം കൂടെ ഫിലോപ്പിയ ഉണ്ടോ കുഞ്ഞു ഫിലോപ്പിയ അത് ഫ്രൈ മതിയാ കണ്ടത് എനിക്ക് നേരമില്ല തിന്നിട്ടിനുള്ള ഒഴിക്കുന്ന ഇല്ലല്ലോ ഇല്ല അങ്ങനെ പൂക്കണ്ടേ. ഇനിയിപ്പോൾ ടാങ്കിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ മീൻ വാങ്ങാൻ പോകണ്ടാ. ഒരു 40 മീനെ മേടിച്ചിടുന്നുണ്ട്. കഴിപ്പിടിയൊക്കെ എടുക്കുന്നു. ആണോ അങ്ങോട്ട് തന്നെ പോകും. ചവിട്ടിക്കൊണ്ടല്ലേട്ടാ. അങ്ങനെ ടാങ്കൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 2-3 ആഴ്ചക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലെ വേസ്റ്റുകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് കേടാവാറില്ല. കൂടുതൽ പെല്ലറ്റ് ഫീഡും പിന്നെ BSF ലാർവയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ വെള്ളം മാറ്റി കഴിഞ്ഞാൽ ഇറ്റങ്ങൾ പെട്ടെന്ന് തന്നെ തീറ്റെടുക്കൂല കേട്ടാ. കുറച്ച് സമയം കഴിയും തീറ്റെടുത്ത് തുടങ്ങാനായിട്ട്. അതെന്ത് മീമീനത്? എന്തുട്ടാ മീമിയുടെ പേരെന്തുട്ടാണ്? അതിന്റെ പല്ലുവയ്ക്കണ്ട് ആകുനെ കടിക്കാൻ വരുന്നു. എന്റെ പല്ല് കാണുന്നുണ്ടോ? പല്ലൊക്കെ നോക്കിയേ ശരിക്കും ഈ പിരാനട വർഗത്തിൽപ്പെട്ട തന്നെ ഉണ്ടാ. പക്ഷെ ഇത് കടിക്കാറില്ല എന്നുള്ളൂ. ഇതിനെ കഴിക്കാൻ ഒരിടത്തരം വലിപ്പം ഉണ്ടാ നല്ലത്. വളരെ വലുതായി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കുറയും. അങ്ങനെ ദേ വെള്ളമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടാ. മീനുകളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കുറച്ച് മീനുകളെയും കൂടെ മേടിക്കാനുണ്ട്. ഇതിൽ ഒരു 20 വിയറ്റ്നാം ബ്രാലിനെയും കൂടെ ഇടുന്നുണ്ട് കേട്ടാ. അതിന് അത്യാവശ്യം വളർച്ച കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മൾ ബ്രാലിനെ മാത്രമായിട്ട് ഇടും. ടാങ്ക് നല്ല വലിപ്പമുണ്ട് കേട്ടാ. 12 അടി നീളവും 6 അടി വീതിയും പിന്നെ ഒരു 5 അടി ഹൈറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നിറയാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ടാങ്കിൽ വെള്ളം നിറയണ ഗ്യാപ്പിൽ നമ്മൾ പോയി മീൻ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടാ. വീടിൻ്റെ അടുത്തുള്ള ഫാമിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. 20 കരിപ്പീടിനെയും 20 ബ്രാലിനെയും കേട്ടോ മേടിച്ചിട്ടുള്ളത്. കരിപ്പിടി ഇത് അത്യാവശ്യം സൈസുള്ള കരിപ്പിടിയാണ് കേട്ടോ. 10 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചു നേരം ഈ കിറ്റൊക്കെ വെള്ളത്തിൽ ഇറക്കി വെച്ച് ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം കേട്ടോ ഇവന്മാരെ തുറന്നു വിടുന്നത്. ഈ ടാങ്ക് പണിതതിന് ശേഷം ആദ്യത്തെ തവണ നമ്മൾ ആനബസിനെയാണ് ഇതിൽ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 600 ഗ്രാം വരെയുള്ള മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ടാങ്കിൽ ആദ്യമായിട്ടാ നമ്മൾ ബ്രാലിനെ വളർത്താൻ പോണത്. ഇതിൻ്റെ വളർച്ച നോക്കിയിട്ട് വേണം ഇനി ബ്രാലിന് ഇടണോ വേണ്ടോ എന്ന് അറിയാനായിട്ട്. വെള്ളം കുറച്ചിട്ടാ മതി. അങ്ങനെ വെറുതെ ഇടുന്ന് ചാടൂല. മഴ പെയ്യുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവ് ഉണ്ടാ. ശരിക്കും കിടന്ന് ചാടുന്നുണ്ട്. എടാ ഇതാ കിടക്കണ നോക്കി. ഇതേപോലെ തന്നെയാണ്. ഈ സെയിം സാധനം തന്നെയല്ലേ കിടക്കുന്നത്? ഈ സെയിം പാറ്റേൺ ഉള്ള ബ്രാല് തന്നെ ഉണ്ടാ നമ്മുടെ കുളത്തിൽ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടാ. ഇനി ഇറ്റങ്ങ് തീറ്റ ഇപ്പോൾ കൊടുക്കണില്ല കേട്ടാ. നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ കൊടുക്കണുള്ളൂ.
ഇപ്പം ദേ വൈകുന്നേരം സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടാങ്കിൽ തീറ്റിട്ട് നോക്കാം. ബ്രാലൊക്കെ ഇപ്പോഴേ തീറ്റ എടുക്കുമെന്നറിയണം. കരിപ്പിടിയൊക്കെ നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ. ദേ അതിൻ്റെ ഒപ്പം തന്നെ ബ്രാലുകളും വന്ന് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ. എന്തേ കണ്ട കരിപ്പിടി നട്ടറും നന്നായിട്ട് തന്നെ തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ. ഈറ്റങ്ങൾക്ക് പെല്ലറ്റ് ഫീഡിനെയും കാട്ടി BSF ലാർവയാണ് ഇഷ്ടം. അതാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തിന്നും. എന്തായാലും ഇവന്മാരെ നമ്മൾ 1 വർഷത്തേക്കാണ് കേട്ടോ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാങ്കിൽ മൊത്തമായിട്ട് ബ്രാലിനിടാനുള്ള പ്ലാനാണ് കേട്ടോ. ഇപ്പം ഇട്ടിട്ടുള്ള ഈ ബ്രാലിൻ്റെ വളർച്ച നോക്കിയിട്ട് എന്തായാലും ഇടുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ ഈ ടാങ്കിൽ നാടൻ മുഴീനെ ഇട്ടാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അത്യാവശ്യം വലിപ്പം കിട്ടുകയും ചെയ്ത്. ആ കുഞ്ഞുങ്ങളെല്ലാം സെയിലായി പോയി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തായാലും 2 മാസത്തിന് ശേഷം നമ്മളൊന്നും കൂടെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ എന്തോരുണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മൾ ടാങ്കിലിടാനായിട്ട് കുറേ നാളായിട്ട് ആറ്റുചെമ്പല്ലിയുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ആറ്റുചെമ്പല്ലിയുടെ സീഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഒരു ഉപകാരമായിരുന്നു.